ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. എൻ്റെ ലൈഫിൽ ഒരു ഒരു പ്രത്യേക കാര്യം നടന്നൊരു ദിവസമാണ്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2006 2007 ആ ടൈമിൽ 2005 2006 ആ ടൈമിൽ ഞാനൊരു നാടകത്തിൻ്റെ ട്രൂപ്പ് എന്ന് വെച്ചാൽ ബാലെ അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് അധ്യാപകരൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. അപ്പം അതിൽ ചെല്ലണ വലിയ താല്പര്യത്തിലൊന്നും ആയിരുന്നില്ല. കാരണം നാടകം നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഒരു ആദരവ് നൽകിയ ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അമരക്കാരൻ സന്തോഷ് മാഷിൻ്റെ ഒരു എല്ലാവരും വിളിച്ച ഒരു സംഗമം. അതിൻ്റെ കൂട്ടത്തിൽ സന്തോഷ് മാഷിനെ എല്ലാവരും കൂടെ ചേർന്ന് വന്നു ആദരിച്ചു. കൂട്ടത്തിൽ അതിൽ നിന്നിരുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും എന്ന് വെച്ചാൽ അഭിനയ രംഗത്താവട്ടെ, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിലാവട്ടെ, എല്ലാം ഉണ്ടായിരുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഒപ്പം തന്നെ ആദരിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ കുറച്ച് സമയം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് രാവിലെ തൊട്ട് പോയി വൈകുന്നേരം വരെ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ കാര്യങ്ങളുണ്ട്, വേറെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് അത്രയും സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്ന് കുറച്ച് സമയത്തെ നിമിഷങ്ങൾ കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാം. കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നവരെ ബാബു സന്തോഷിന്റെ ഒരു സൂക്ഷ്മത, ഒരു ശ്രദ്ധ, രംഗവിധാനത്തില്, ശബ്ദ നിയന്ത്രണത്തില്, മണിയന്ത്രന്മാരുടെ ചലനങ്ങളില് തുടങ്ങി കട്ടൻ വലിക്കുന്നതിന്റെ മുഖത്ത് പണിക്കർ സാർ മാഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ ഡാൻസ് മാഷിൻ്റെ ഫാമിലിയാണ് കേട്ടോ. മാഷിൻ്റെ ഭാര്യയും മകളും പിന്നെ മാഷും ഉണ്ട്. മകൻ വന്നിട്ടില്ല. ഇതെനിക്ക് എന്താ പറയുക, വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കേട്ടോ. എൻ്റെ നൃത്ത അധ്യാപകനും അഭിനയ ലോകത്തെ എൻ്റെ അധ്യാപകനും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു വേദീൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ, അവരെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു മൊമെൻ്റോ വാങ്ങുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഒപ്പം എൻ്റെ ഫാമിലിയും, എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളും കൂടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് സാഹചര്യം കൊണ്ട് നടന്നില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇവിടുന്ന് പോയത്. അമ്മ അവിടേക്ക് എത്തുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഇത് സന്തോഷ് മാഷിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. പിന്നെ എല്ലാം ഞാൻ നിറയെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും കിട്ടിയതൊക്കെ ഇതിലുണ്ട്. ലാവണ്യ സുരബലമായിട്ടുള്ള അതേ പ്രവൃത്തിയോട് കൂടി അഭിനയിച്ച് വളരെ തന്മയത്വത്തോടു കൂടി നമ്മുടെ തരംഗത്തിന്റെ വേദിയിൽ കയ്യടി നേടിത്തന്ന ഒരു അഭിനേത്രിയെ പരിചയപ്പെടാം. ആ ഒരു നർത്തകിയും കൂടിയാണ്. അതൊക്കെ നമ്മുടെ നല്ല നടിമാരും നർത്തകിമാരാണ്. എനിക്ക് തോന്നുന്നു നടിമാർക്ക് ഈ ഡാൻസ് വെച്ച് നിൽക്കാൻ പറ്റില്ല. ആണുങ്ങൾക്ക് അത്ര അങ്ങനെ ഡാൻസിന്റെ ആവശ്യമില്ല. അതിന് ശ്രുതി, വളരെ സ്നേഹമുള്ള ശ്രുതിയെ അങ്ങനെ മൊമെൻ്റൊക്കെ സ്വീകരിച്ചു.
അതാണ് സന്തോഷ് മാഷ് കേട്ടോ ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാഷിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്ന സമയത്തും എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഇപ്പോഴും അന്നത്തെ അതേ സ്നേഹത്തോടെ ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇറങ്ങി. കാരണം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഏട്ടനും ഞാനും മക്കളും കൂടെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മഴ ചതിച്ചു, പെരും മഴയായിരുന്നു. അപ്പോൾ റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും കൂടെ പോകുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഏട്ടനും മാത്രം പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫുഡൊന്നും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡൊന്നും കരുതിയിരുന്നില്ല. ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഇവിടെ ഇരുന്നോളെ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വേഗം അവിടുന്ന് പോകുന്നു. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഓർമ്മകളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളൊരു ഒരു 2 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടത്തിൽ. പക്ഷെ ആ 2 വർഷവും നല്ല ഒരു അനുഭവങ്ങളായിരുന്നു. ശരിക്ക് ഫസ്റ്റ് മാഷ് ഇങ്ങനെ അന്വേഷിച്ച ഒരു നൃത്തമൊക്കെ അറിയുന്ന ഒരു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്ന സമയത്ത് ഞങ്ങളെ വീടിനടുത്തുള്ള ഒരു രാമകൃഷ്ണ മാമൻ എന്ന് പറയും, ആ മാമനും പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പോൾ മാഷും യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, ഞങ്ങളെ വീടിനടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കാണാൻ വരിക. അപ്പോൾ വരുന്ന വിവരം അമ്മ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതുവരെ ശരിക്കും പറഞ്ഞാൽ 1 or 2 നാടകമൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ കണ്ട അത്രയും നാടകമൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടത് ഈ മൈക്ക് ഇങ്ങനെ നടുക്ക് തൂക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഡയലോഗ് പറഞ്ഞു പോവുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ എനിക്കത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. നാടകം എന്ന് പറയുന്നത് തന്നെ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. പക്ഷെ അമ്മ പറഞ്ഞിങ്ങനെ പറഞ്ഞതല്ലേ, ഇവർ വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്ന് അന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടൊന്നും സംസാരിച്ചൊന്നുമില്ല. ഒന്നാമത് ഇവർ വന്നത് സന്തോഷ് മാഷും ഒരു വേണുമാഷും, 2 പേരും അധ്യാപകന്മാരും ഒക്കെയാണ്. പിന്നെ സ്വതവേ സ്കൂളിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകരോടൊരു വലിയ അടുപ്പുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും അധ്യാപകരോടില്ല. അപ്പോൾ ഒന്നാമത് ഒരു ഫ്രണ്ട്ലി ആവില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ വന്നു, അധികം സംസാരിച്ചൊന്നുമില്ല. ഓക്കെ, ഞായറാഴ്ച വരൂ, അന്ന് അവിടെ എല്ലാവരും ഉണ്ടാവും, ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും പോയി അവിടെ വെച്ചപ്പോൾ അവിടെ ഞങ്ങൾ ദൂരേന്നേ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ റെക്കോർഡൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു, നോക്ക് നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെയാണ് റെക്കോർഡൊക്കെയാണ്, ഇതിൽ ഡയലോഗ് പറയുമെന്നല്ല. അപ്പോൾ പിന്നെ കുറച്ചൊരു ഇഷ്ടം വന്ന് ആ കുഴപ്പമില്ല ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പം എന്നെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് എന്ന് പറഞ്ഞാൽ അനാമിക. എനിക്കിഷ്ടപ്പെട്ടൊരു പേരായിരുന്നു കേട്ടോ. എൻ്റെ മാഷിൻ്റെ മോളെ പേരും അനാമിക എന്നാണ്, ഡാൻസ് മാഷിൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര്. ഞാൻ കുഞ്ഞിലേ മുതലേ അതായത് ഒരു 6-7 ക്ലാസ് പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്ന സമയമുണ്ടല്ലോ, ആ ടൈം മുതൽ ഞാനും ചേച്ചിയൊക്കെ എപ്പോഴും പറയുന്ന പേരായിരുന്നു അനാമിക, അനന്യ. ഈ 2 പേരും ഇഷ്ടാട്ടോ. അപ്പം ഞാൻ പറയും, ഭാവിയിൽ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ടാവുമ്പോൾ അനാമിക, അനന്യ എന്നുള്ള പേരിടണം എന്നൊക്കെ പറയായിരുന്നു. അപ്പം അങ്ങനെയാണ് മാഷിൻ്റെ കുട്ടിക്ക് അനാമിക എന്ന് പേരിട്ടു. എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാട്ടോ മാഷ് കല്യാണമൊക്കെ. അപ്പം മോള് ജനിച്ചതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് ആ പേര് ഇഷ്ടമാണ്, മാഷിൻ്റെ കുട്ടിയുടെ പേരുമാണ് ഒക്കെ. അങ്ങനെ തുടങ്ങി. അപ്പം അവിടെ ഉള്ള കുട്ടികളോടൊക്കെ അന്ന് മാഷ് പറഞ്ഞിരുന്നു, അന്ന് അവിടെ വേറെ അഭിനയിക്കാൻ വന്ന ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു, ഇവളങ്ങനെ സംസാരിക്കൊന്നുമില്ല, നിങ്ങൾ വേണം അവളെ കൂടെ കമ്പനിയായിട്ട് നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാഷിനറിയില്ലല്ലോ ഇത് വലിയ താല്പര്യമില്ല, പിന്നെ പരിചയമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അങ്ങനെ പക്ഷെ
ഓരോ ദിവസം കഴിയുന്തോറും ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി നാടകം. എന്താ പറയുക, ഫസ്റ്റ് ഷോട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വരുന്നില്ല, അഭിനയം വരുന്നില്ല. അപ്പോൾ മാഷ് പറഞ്ഞു കുഴപ്പമില്ല, ശരിയാവും, ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ മാഷിന്റെ ആ ഒരു ധൈര്യം വിശ്വാസമാണ് കേട്ടോ ഇന്നിവിടെ വരെ എത്തിച്ചത് തന്നെ. പിന്നെന്ന് പറഞ്ഞാല് അധ്യാപകരൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഡിസിപ്ലിൻ ആയിരുന്നു അവിടെ. ആർക്കും ഒരു അലമ്പും ഉണ്ടായിരുന്നില്ല. അമ്മമാർക്കാണെങ്കിലും കുട്ടികളെ വിശ്വസിച്ച് പറഞ്ഞു വിടാം. കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മാഷിന്റെ ഭാര്യയാണെങ്കിലും പുഷ്പാന്റി എടുത്തു പറയണം, സ്വന്തം മക്കളെ പോലെ ഞങ്ങളോട് പെരുമാറുന്ന, സുഖമില്ലാത്ത ഒക്കെ നിന്ന സമയമുണ്ട്, പനിയൊക്കെ ആയിട്ടും ഒക്കെ വയ്യാണ്ടൊക്കെ അവിടെ നിന്ന സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഫുഡ് തരാനാണെങ്കിലും എല്ലാ കാര്യത്തിനും സ്വന്തം അമ്മ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിട്ട്. മാഷാണെങ്കിലും, മാഷ്ക്ക് 2 ആൺകുട്ടികളാണ്. മാഷെ മക്കളെ പോലെ തന്നെ ഞങ്ങളെ സ്വന്തം മക്കളായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോഴും വിളിക്കുകയും ഒക്കെ സ്വന്തം മക്കളോട് പോലെ തന്നെയാണ് സ്നേഹം ഞങ്ങളെടുത്തും. പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാലൊന്നും തീരില്ല, അത്രയ്ക്ക് കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോയി, ഒരുപാട് സ്ഥലത്ത് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് വിചാരിച്ച അമ്പലങ്ങളിലൊക്കെ പോവാൻ പറ്റി. അതന്നെ വലിയ കാര്യം. ഫസ്റ്റ് ഞാൻ സ്റ്റേജ് കയറുന്ന നെന്മാറ അവിടെ അമ്പലത്തിലാണ്. നെന്മാറ വല്ലങ്ങിവേല കാണാൻ പറ്റി, അവിടുത്തെ വെടിക്കെട്ട് കാണാൻ പറ്റി. അല്ലെങ്കിൽ അതിന് മുമ്പോ ശേഷോ ഇതേവരെ ഞാൻ പോയിട്ടില്ല, അടുത്ത് കാണാൻ പറ്റി വെടിക്കെട്ടൊക്കെ. അതന്നെ ഒക്കെ വലിയ ഭാഗ്യമാണ്, ഇതുകൊണ്ടുണ്ടായ ഓരോ ഭാഗ്യങ്ങളാണ് അതൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഡാൻസ് പഠിപ്പിച്ച മാഷൊക്കെ പിന്നെ ഇതിലേക്ക് വന്ന്, മാഷിന്റെ വൈഫ് ഇതിലേക്ക് ഒരു റോള് ചെയ്യാൻ വന്നു, മാഷിന്റെ മോള് ചെയ്തു. അപ്പോൾ അതൊക്കെ അവരൊക്കെ വരുന്നവരെ അവർക്കും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോഴും മാഷ് പറഞ്ഞത്, നാടകോ എന്തിനാ ശ്രുതി അങ്ങനെ പോകുന്നേ, ഡാൻസ് പോരെ, ഡാൻസ് നന്നായി ചെയ്യുന്നതാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മാഷാണ്. മാഷിന്റെ ഭാര്യയും മകളൊക്കെ വന്ന് ഇപ്പം ഞാൻ നിർത്തിയപ്പോഴും അവരതിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തുടർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ നിർത്തിയതാണ് കുറെ മുന്നേ. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണവും കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും ഏട്ടൻ്റെ അടുത്തായാലും എൻ്റെ അടുത്തായാലും സന്തോഷ് മാഷ് ആണെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വന്തം ഫാമിലി പോലെ തന്നെയാണ്. ഇനി പറ്റുകയാണെങ്കിൽ ഒരു ദിവസം എല്ലാവരെയും ഒന്നുകൂടെ പരിചയപ്പെടുത്താം. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.